ഹലോ, നമസ്കാരമുണ്ട്. കേരളത്തിൽ ഭയങ്കര ദുരന്തം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലത്തെ ആൾക്കാരും ഇന്ന് ദുരിതം നടന്ന ഭാഗത്തേക്ക് പോകണം. കഴിയുന്നതും എല്ലാവരെയും സഹായിക്കണം, എല്ലാവരെയും രക്ഷപ്പെടുത്തണം. കേരള ഗവൺമെൻറ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടിട്ടുണ്ടല്ലോ. പറ്റിയാൽ എല്ലാ ആൾക്കാരും പോയി അവിടുത്തെ ആൾക്കാരെ, ജനങ്ങളെ കഴിയുന്നതും എല്ലാവരെയും സഹായിക്കണം. നമ്മളുടെ പ്രകൃതി, ഭൂമി കോപിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് ദുഷ്ടകർമ്മങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത്. സമൂഹം, ജനങ്ങൾ എല്ലാവരും ഭൂമിയെ ഒരുപാട് അവഹേളിക്കുന്നുണ്ട്, ഓരോ കാരണങ്ങൾ ചെയ്തിട്ട്. അതുകൊണ്ട് ഭൂമിദേവി വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. അതിനെ ഈ എന്താ പറയുക, ഭൂമി എന്ന് പറയുന്നത് ഒരു താങ്ങാൻ പറ്റാത്ത ഒരമ്മ പോലെ. അമ്മയാണ് ഭൂമിദേവി എന്ന് പറയുന്നത് ഒരമ്മയാണ്. ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്തത്ര ഭൂമിയെ അവഹേളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. പിന്നെ മണ്ണിനെ തുരത്തി വെറും കുഴികളും വെള്ളങ്ങൾ പോകാൻ വഴിയില്ലാണ്ടായി. പണ്ട് കാലത്ത് ചാലുകളും വെള്ളങ്ങളും എല്ലാം പോയി കടലിൽ ചേരുന്നു. ഇന്നതാണോ അവസ്ഥ? എല്ലാം വെള്ളങ്ങളും കെട്ടിക്കിടക്കുക, എല്ലാവിടെയും അപകടങ്ങൾ, എല്ലാതും സംഭവിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് വേണ്ട സാമഗ്രികൾ അയച്ചു കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ, കുട്ടികളെ, എല്ലാത്തിനെയും രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഏറ്റെടുക്കണം. കലിയുഗ കാലമാണ് ഇത് നടക്കുന്നത്. കലിയുഗത്തിൻ്റെ അവസാനമാണ്. കലിയുഗത്തിൽ അവസാന കാലത്തിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് നമ്മുടെ സപ്താഹം വായനകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കലിയുഗത്തിൽ സംഭവിക്കുന്നത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, എല്ലാ ജനങ്ങളായിട്ട് നന്നായിട്ട് വർത്തമാനം പറയുക, നല്ലതായിട്ട് പെരുമാറുക, അവർക്ക് സഹായങ്ങൾ ചെയ്യുക, നമ്മുടെ കയ്യിലുള്ളതിന് സഹായിക്കുക. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ കലികാലത്തിൽ ജനങ്ങളോടും മൃഗങ്ങളോടും എല്ലാത്തിനോടും ഒരു സ്നേഹഭാവത്തിൽ നടക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ എല്ലാ ജനങ്ങളും കഴിയുന്നത് എല്ലാവരും പോയിട്ട് അവിടെ എല്ലാവരെയും കഴിയുന്നതും. നമുക്ക് ഒരുപാട് മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിഷമമുണ്ട്. എന്താ ചെയ്യുന്നത്? എല്ലാ നാട്ടിലുമുണ്ട്. കുവൈറ്റിലാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു എന്നൊന്നും ചിന്തിക്കേണ്ട, ഇവിടെയും നടക്കുന്നുണ്ട് അപകടങ്ങൾ. അപ്പോൾ എല്ലാവരും പോയി കഴിയുന്നതും എല്ലാവരെയും സഹായിക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക്. എല്ലാവരും നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഈ കലികാലത്തിൽ, ലോകം അവസാനിക്കേണ്ട കാലഘട്ടങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അക്രമങ്ങളാണ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം അക്രമങ്ങളും നടക്കുന്നു. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം. നാമങ്ങൾ ജപിക്കണം, പ്രാർത്ഥിക്കണം, അമ്പലങ്ങളിൽ പോകണം, പള്ളിയിൽ പോകണം. എല്ലാ മതക്കാരും അവരവരിൻ്റെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥനകളിൽ മാത്രം മുഴുകി. ഇത് ജനങ്ങൾക്ക് അതിനൊന്നും നേരമില്ല. പൈസ ഉണ്ടാക്കണം എന്നിട്ട് ഉണ്ടാക്കി സ്വരുക്കൂട്ടി കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് നേടി, എന്ത് കൊണ്ടുപോകാനാണ്? നിമിഷ നേരം കൊണ്ട് നിന്നു പോകുന്ന ഒരു ഹാർട്ടാണ് നമ്മൾക്കുള്ളത്. പ്രകൃതിയാണെങ്കിൽ ഏതു നിമിഷവും കോപം കൊണ്ട് അലയടിച്ച് നടക്കുന്നു. അപ്പോൾ ഒന്നും നമ്മൾക്ക് നാടാനില്ല. ഈ കുവൈറ്റിലെ അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും മരിച്ചു. 1.5 കോടി രൂപൻ്റെ വീട് വെച്ചു എന്നാണ് ന്യൂസിൽ കണ്ടത്. എന്ത് കൊണ്ടുപോയി അവർ? വല്ലതും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ കഴിയുന്നതും എല്ലാവരോടും നല്ലത് മാത്രം ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക. ഓക്കെ, ബൈ. എല്ലാവരും സഹായിക്കണം, അവിടെ പോകണം. ഓക്കെ.